മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം രാഹുലിന് ജാമ്യം നിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ലൈംഗിക കേസാണ് ഇപ്പോൾ മുന്നിൽ വരുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്, ആദ്യ കേസിലെ പരാതിക്കാരി വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അത് സത്യവാങ്മൂലമായി കോടതിയുടെ മുൻപിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ജാമ്യ ഹർജിയിൽ വാദം നടക്കുമ്പോൾ ആദ്യ പരാതിയിലുണ്ടായിരുന്ന യുവതി ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യത തന്നെയല്ലേ മുന്നിൽ കാണുന്നത്? അതെ ലിജിൻ, ഗുഡ് മോർണിംഗ്. ലിജിൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ആദ്യ കേസിലെ പരാതിക്കാരി ഇപ്പോൾ നൽകിയ സത്യവാങ്മൂലം തന്നെയായിരിക്കും ഇന്ന് കോടതിയിലും പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അതായത് പ്രോസിക്യൂഷൻ അത് തന്നെയായിരിക്കും ഉന്നയിക്കപ്പെടുന്നത്. ഈ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം തിരുവല്ല കോടതി തള്ളിയതും ഇന്ന് ഈ പത്തനംതിട്ട കോടതിയിൽ അറിയിക്കും. മാത്രമല്ല അത് രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പ്രതികൂലമായി തന്നെയാണ് ബാധിക്കുക. കഴിഞ്ഞ ദിവസത്തെ ഈ ഒന്നാം പരാതിക്കാരിയുടെ ഈ സത്യവാങ്മൂലം പ്രതികൂലമായി തന്നെയായിരിക്കും ബാധിക്കുക. ഇദ്ദേഹത്തിന്റെ കുറിച്ചുള്ള, അതായത് ഇദ്ദേഹത്തിന്റെ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ലൈംഗിക വൈകൃതമുള്ള ആളാണ്. മാത്രമല്ല ഇദ്ദേഹം ഈ പീഡന സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളടക്കം പുറത്തുവിടാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയാൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ആദ്യ പരാതിക്കാരി കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലത്തിൽ അറിയിച്ചത്. മാത്രമല്ല ഈ ആദ്യ പരാതിക്കാരിയുടെ ഈ സത്യവാങ്മൂലത്തിലുള്ളത് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിനപ്പുറം ഈ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ഒരു MLA ആണ്. ഇദ്ദേഹത്തിന് ഇത്തരം കേസുകളിൽ ഈ വെറുതെ ജാമ്യം നൽകുന്നത് മറ്റുള്ളവർക്ക് അതൊരു നല്ല സന്ദേശമായിരിക്കില്ല നൽകുന്നത് എന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചാകും ഇന്ന് പത്തനംതിട്ട കോടതി ഈ വാദം കേൾക്കുക. പ്രോസിക്യൂഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും വാദിക്കുക. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാവും വീണ്ടും പറയുക. ഇത്തരത്തിൽ ഇതൊരു ഗൂഢാലോചനയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുക. എന്നാൽ കോടതി ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഒരു പ്രതികൂല വിധി തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക. ലിജിൻ, ശരി. എന്നാലും ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിലാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വാദം കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരി കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് അവർ കോടതിയെ സത്യവാങ്മൂലമായി സമർപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഈ കോടതിയിൽ ഈ ജാമ്യ അപേക്ഷ എത്തുമ്പോൾ, അല്ലെങ്കിൽ ജാമ്യത്തിൽ വാദം നടക്കുമ്പോൾ ഇതൊക്കെ തന്നെ പരിഗണനയിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യത. മറുവശത്ത് രാഹുലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനും ഇപ്പോഴും പറയുന്നത് ഇത് ഗൂഢാലോചനയാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരം ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഇപ്പോൾ ഇതാ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കുന്നു എന്നതാണ്. എന്തായാലും കോടതിയുടെ നടപടികൾ എന്താണെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കണ്ണനായിരുന്നു വിവരങ്ങൾ നൽകിയത്.